ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ അരേലിയ ചെടികൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് എൻ്റെ എല്ലാ ശ്രദ്ധയും പരിചരണം കൊടുക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ അരേലിയ ചെടി. അപ്പോൾ അതെനിക്ക് ചെറിയൊരു കുഞ്ഞു തൈ കിട്ടിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ആ സമയത്ത് എനിക്കതിനെ അങ്ങനെ വലിയൊരു ഇതൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെയാണ് അതിൻ്റെ പേരും അതിൻ്റെ പ്രത്യേകതകളും അത് കട്ട് ചെയ്ത് ഭംഗിയാക്കി വെക്കുന്നതൊക്കെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായ ഒരു ചെടിയാണ്. അപ്പോൾ ആ ഒരു ചെടി ആ സമയത്ത് ഞാൻ ചെറിയൊരു പോട്ടിലാണ് നട്ടത്. കുഞ്ഞു ഒരു കഷ്ണം കിട്ടിയത് കൊണ്ട് തന്നെ ഒരു ചെറിയ പോട്ടിലാണ്. അപ്പോൾ അത് എൻ്റെ പ്രതീക്ഷകൾക്കപ്പുറം അത് പെട്ടെന്ന് വലുതായി നല്ലൊരു രീതിയിൽ വളർന്നിട്ട്. അപ്പോൾ ഇനി ഞാനതിന് കുറച്ചുകൂടി ഒരു പരിചരണം കൊടുക്കണ്ടേ. അപ്പോൾ ഞാനതിനെ ഒരു വലിയ പോട്ടിലാക്കാമെന്ന് വെച്ചു. ഞാൻ കണ്ടിട്ടുണ്ട് നല്ല രീതിയിൽ ഇത് വളർന്ന് കുറേ ആകുമ്പോൾ എന്താ ഭംഗി. ഇത്ര ഒരു ഭംഗിയുള്ള ചെടി ഞാൻ കണ്ടിട്ടേ ഇല്ല. അത്ര ഒരു ഭംഗിയിൽ വളരുന്ന ഒരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ വലിയൊരു പോട്ടിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ മണ്ണും മാത്രമാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. പിന്നെ കരിയിലയും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കരിയിലപ്പൊടിയോ ചാണകപ്പൊടിയോ ഒക്കെ ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാനിങ്ങനെ അപ്പോൾ കുറച്ച് ഇതുവരെ മണ്ണ് നിറച്ച് ആ ഒരു വേരലൊക്കെ അതിൻ്റെ ഇത് അങ്ങനെ വേര് പടർന്നിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് മാറ്റി നടാൻ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല അത്രയൊന്നും. അപ്പോൾ ആ ഒരു വലിയ പോട്ടിലേക്ക് ആക്കിയത് കൊണ്ട് തന്നെ ഇനി അതിന് നല്ല വളർച്ച ഉണ്ടാവും. വലിയ വളങ്ങളൊന്നും ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ്. നമ്മുടെ ഇഷ്ടത്തിന് അതിനെ ഷേപ്പ് വരുത്താം. അങ്ങനെ കട്ട് ചെയ്ത് നല്ലൊരു ഷേപ്പിൽ ഇൻഡോർ പ്ലാന്റ്സായും നമുക്ക് വളർത്താൻ പറ്റിയ നല്ല അരുമയായ ചെടിയാണ്. അതുകൊണ്ടായിരിക്കും അതിന് അരേലിയ എന്ന പേര് വന്നത്. ഞാനൊരു ചെടി എക്സ്പേർട്ട് അല്ല കേട്ടോ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം.